ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാറിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോഡായ ഗ്യാപ്പ് റോഡിനടുത്ത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല കാഴ്ചകളും വാലി വ്യൂ ഒക്കെ കണ്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലുള്ളത്. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്നുള്ള സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമുക്ക് അലോട്ടായിരിക്കുന്ന റൂം 102. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു വാഷിംഗ് ഏരിയ പോലെ ഉണ്ട്. നമുക്ക് ലൈറ്റൊക്കെ കഴുകണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ സാധനങ്ങൾ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം, അടിപൊളി. ഇതാണ് നമ്മുടെ കുഞ്ഞു വാഷ്റൂം, കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വലിയൊരു മിററുണ്ട്, TV ഇല്ല. പിന്നെ നേരെ ബാൽക്കണി, അങ്ങോട്ട് നമുക്ക് നേരെ ഈ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ഇതാണ് ഈ റിസോർട്ടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ ഡെക്ക് പോലെയുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചായയൊക്കെ കുടിക്കാം. അതാണ് റെസ്റ്റോറൻറ്റ്. ആ ഗ്ലാസ് ഇട്ട് തൊട്ടിപ്പുറത്ത് വേറെ റിസോർട്ടാണ് കേട്ടോ. അതിൻ്റെ പിന്നെ നല്ല കാഴ്ചകളാണ് കേട്ടോ, കൊള്ളാം. നേരെ നമുക്ക് നമ്മുടെ ഒരു കൃഷിപ്പാടങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല ചെറിയൊരു കാറ്റുണ്ട്, അതുകൊണ്ട് തണുപ്പുണ്ട് കേട്ടോ. നല്ല മഴ പെയ്തു, നല്ല ഇടിവെട്ടി മഴ പെയ്തു. ഞങ്ങൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഉറങ്ങി. രാവിലെ കൊളുക്കുമലയിലൊക്കെ പോയതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം കൊളുക്കുമലയിൽ ഞങ്ങൾ പോയത് വേറെ റിസോർട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത് കേട്ടോ. അന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചെക്കൗട്ട് ചെയ്തു. പിന്നെ ഇവിടെ വന്നു. ഈ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി കേട്ടോ. നല്ല തണുപ്പായിരുന്നു. അവിടെ മൊത്തം യൂക്കാലിപ്റ്റസ് മരങ്ങളാണല്ലോ. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ കേട്ടോ. നമ്മുടെ റൂം ദേ അവിടെയാണ്. ഇതൊക്കെ നോർമൽ എക്സിക്യൂട്ടീവ് റൂംസാണ് കേട്ടോ, ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറി റൂംസ്. ഞങ്ങൾ ഇവിടെ തന്നെ റൂം എടുത്തത്. പിന്നെ അവിടെ വേറൊരു കാറ്റഗറി ഉണ്ട്. പിന്നെ ഇൻ്റർ കണക്റ്റഡ് റൂംസ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. അത് ഒരു 4 പേരൊക്കെ ഉള്ള ഫാമിലിക്കൊക്കെ എടുക്കാൻ പറ്റിയ റൂംസാണ്. അപ്പം ഇവിടെ ആക്ച്വലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ഗ്യാപ്പ് റോഡിന് തൊട്ടടുത്ത് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു കിട്ടുന്ന ഓപ്ഷൻ. പാർക്കിംഗ് ഏരിയ അത് ഇതിവിടുത്തെ ഒരു ട്രഡീഷണൽ മഡ് ഹൗസ് പോലെ ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക റൂംസ് ഉള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ 2 റൂംസ് ഉണ്ട്. അങ്ങനെ ഭയങ്കര ഓപ്പൺ വ്യൂ അല്ല, കാരണം നേരെ നമുക്ക് ഈ ഒരു മരങ്ങളുടെ ഒരു തടസ്സമുണ്ട്. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലത്തെ ഒരു ഡെക്ക് പോലത്തെ ഏരിയ നമുക്ക് തന്നെ കിട്ടും. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ എന്തായാലും കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. നമുക്കൊരു 2 ഫാമിലിയൊക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ ഇത് രണ്ടും അങ്ങ് എടുത്താൽ മതി ഒരുമിച്ച്. എനിക്ക് ഈ കസേര ഭയങ്കര ഇഷ്ടം, ചൂരൽ കസേര. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള രാവിലെയുള്ള കാഴ്ച കേട്ടോ. സമയം രാവിലെ 6:15. നേരെ നമുക്കവിടെ ചെറിയ രീതിയിൽ ക്ലൗഡ് ബെഡ് കാണാം. ഇതവിടെ അടിപൊളി. അങ്ങോട്ടൊക്കെ നല്ല മൂടി നിൽപ്പുണ്ട്. ചില സമയങ്ങളിൽ, അതായത് എന്താ പറയുക, ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ ക്ലൗഡ് ബെഡ് നമുക്ക് കിട്ടുമെന്ന് കേട്ടോ. അതായത് റൂമിൻ്റെ ബാൽക്കണി നിന്ന് തന്നെ നമുക്ക് ക്ലൗഡ് ബെഡ് കിട്ടും. നമുക്ക് എവിടെയും പോകണ്ട. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതെ, നമ്മൾ ചെറിയൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാപ്പ് റോഡ് അങ്ങോട്ടേക്ക് എത്തും കേട്ടോ. മെയിൻ റോഡ് ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ചെറിയൊരു കയറ്റമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വണ്ടികൾ പോകുന്ന സൗണ്ട് കേൾക്കാം. രാവിലെ കോടയൊക്കെ വരുന്നുണ്ട് കേട്ടോ. മറ്റേ മലബാർ വിസ്ലിംഗ് ത്രഷിൻ്റെ പാട്ടും കേൾക്കാം. നല്ല തണുപ്പുണ്ട്. പക്ഷേ ഈ ഇടയ്ക്കിങ്ങനെ സൂര്യൻ വന്ന് വെയിൽ തരുന്നതുകൊണ്ട് അത്രയും നമ്മൾ അറിയുന്നില്ല. നമ്മളിത് നടന്നു നമ്മളിത് അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ വന്നു. ഒരു വലിയ കയറ്റമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ റോഡിലേക്ക് കയറി. ഇത് കാണുന്നത് ചൊക്രമുടിയാണ്. അപ്പോൾ ഇവിടെ നമ്മളിതേ അങ്ങോട്ടേക്ക് വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. ഇതെല്ലാം വ്യൂ പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ആ പാടങ്ങൾ കാണാം, കൃഷിപ്പാടങ്ങൾ. ആക്ച്വലി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അത് റിസോർട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു
ബൈസൺ വാലിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സമയം കിട്ടുവാണെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാപ്പ് റോഡിൽ റോക്ക് കേവ്, അതായത് നമ്മുടെ മലയിൽ കള്ളൻ ഗുഹയുണ്ട് കേട്ടോ. പണ്ട് നമ്മുടെ ഇവിടെ കള്ളനുണ്ടായിരുന്നു, ഈ ഗുഹയിൽ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ. ഇത് ഗൂഗിൾ മാപ്പിലുണ്ട്, പക്ഷേ ഗൂഗിൾ മാപ്പിൽ കുറച്ച് മുൻപേ എത്തി എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷെ കുറച്ചുകൂടെ മുന്നോട്ട് വരണം. അല്ല, ഈ കടകളിൽ ചോദിച്ചാൽ മതി. ഇതാണ് കയറാറുണ്ട്. ഇതാണ് ആ സ്ഥലം. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഹെയ്സ് മൗണ്ടൻ റിസോർട്ടിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയുന്ന സെക്ഷൻ വന്നിരിക്കുകയാണ്. കുഴപ്പമില്ല, അടിപൊളി. എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൂടി നമുക്കിപ്പോൾ എന്താ പറയുക, ഗ്യാപ്പ് റോഡിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വേണമെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും. വേണമെങ്കിൽ മൂന്നാർ പോകാൻ തിരിച്ച്, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ദേവികുളം, സൂര്യനെല്ലി, കൊടുക്കുമല അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. പിന്നെ ഇവിടെ നിന്നും ഇവർ പറഞ്ഞാൽ ജീപ്പ് അറേഞ്ച് ചെയ്ത് തരും എന്നാണ് കേട്ടത്. അപ്പോൾ അതിന് വേറെ റേറ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ അവിടെ നിന്ന് പോയി ജീപ്പ് എടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ റേറ്റ് ആയിരിക്കും. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വന്ന് നമ്മളെ പിക്ക് ചെയ്ത് പോകും. നമ്മുടെ വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവരുടെ ജീപ്പിൽ പോകാം. അതിന് തൊട്ട് മുന്നേയുള്ള റിസോർട്ടിലും നമ്മൾ അങ്ങനെയായിരുന്നു ചെയ്തത്. അത് പിന്നെ കൊളുക്കുമലയുടെ ആ ഒരു സഫാരി പോയിൻ്റ് തൊട്ടടുത്തായിരുന്നു സ്റ്റേ ചെയ്തത്. പിന്നെ വേറെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫുഡ്, ഡിന്നർ അടിപൊളിയായിരുന്നു. പക്ഷേ നെഗറ്റീവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പ്രെഡ് ആവുമായിരുന്നു. പിന്നെ ഒരുപാട് ഗസ്റ്റ് വരുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് റെസ്റ്റോറൻറ്റിലില്ല. അതൊരു നെഗറ്റീവായിട്ട് തോന്നി. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ വന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാവരെയും മാനേജ് ചെയ്യാനുള്ള, ക്രൗഡ് മാനേജ് ചെയ്യാനുള്ള ഒരു ഇതായിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ സർവീസ് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ റെഡി ആവുമായിരിക്കും. കാരണം കമ്പാരിറ്റീവ്ലി ഒരു പുതിയ റിസോർട്ടാണ്, അധികം നാളായില്ല, 1 വർഷമൊന്നും ആയിട്ടില്ല. ഇത് 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്യാപ്പ് റോഡിലേക്ക് കയറാൻ പറ്റും. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ പല സ്ഥലങ്ങളിലും വ്യൂ ആണ്. ഞങ്ങൾ ലോക്ക്ഹാർട്ട് വ്യൂ പോയിൻറ്റിലൊക്കെ പോയായിരുന്നു, അടിപൊളിയായിരുന്നു. ഫുള്ള് തേയിലത്തോട്ടങ്ങളുടെ അടിപൊളി വ്യൂ കിട്ടുന്ന ഒരു ഏരിയ. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് അറിയായിരിക്കും, മൂന്നാറിൽ നല്ല തേയിലത്തോട്ടങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടുന്നത് ഒന്ന് നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിനകത്ത് കിട്ടും. അതുമല്ലാതെ പിന്നെ കിട്ടുന്നത് ഇവിടെ ഈ ഒരു ഏരിയയിലാണ്, നമ്മുടെ ഗ്യാപ്പ് റോഡിൽ കിട്ടില്ല. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, യാത്ര ചെയ്യാനായിട്ട് നല്ല രസമാണ് ഇവിടെ. പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളും നമുക്ക് ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് കടകളും ഒക്കെ ഉണ്ട്, കൊള്ളാം. പിന്നെ ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഇനി പൂപ്പാറ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. അതുപോലെ ബൈസൺ വാലിയിലോട്ടൊക്കെ പോകാൻ പറ്റും. ഞങ്ങൾ ബൈസൺ വാലി വരെ ഒന്ന് പോകുന്നുണ്ട്. അവിടെ നല്ല മൂന്നാറിനടുത്ത് അല്ലെങ്കിൽ ഇടുക്കിയിലെ നെൽപ്പാടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ബൈസൺ വാലി. അപ്പോൾ അതൊന്ന് പോയി കാണണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഓവറോൾ എക്സ്പീരിയൻസ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഹെയ്സ് മൗണ്ടൻ റിസോർട്ടിൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മറ്റ് യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.